ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എറണാകുളത്ത് നിന്ന് കഴിഞ്ഞ 23 തിങ്കളാഴ്ച നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ അയോധ്യ അമ്പലം കണ്ടതിന് ശേഷം നമ്മളിവിടെ ഒരു നദി എന്ന് പറയുമ്പോഴത്തേനും ഏത് നദിയാണെന്നറിയോ? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് ആ സരയൂ തീരത്ത് കാണാം എന്ന് പാടിയ ആ സരയൂ നദിയാണിത്. അപ്പോൾ ഇനിയൊരു ജന്മം വേണ്ട, ഈ ജന്മത്തിൽ തന്നെ ഇവിടെ ആരെങ്കിലും നമ്മൾ ഈ സരയൂ നദി തീരത്ത് കാണും. ഓക്കെ, അപ്പോൾ ഇതാണ് സരയൂ നദി. ബോട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ കച്ചവടക്കാരാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ റിക്ഷയാണ് കേട്ടോ. ഈ റിക്ഷ ബാറ്ററിയിൽ ഓടുന്ന ചെറിയ വണ്ടി, 6 പേർക്ക് സഞ്ചരിക്കാവുന്ന ചെറിയ വണ്ടി. അപ്പോൾ നമ്മൾ സരയൂ തീരത്തേക്ക് പോവാണ്. ക്യാമറമാൻ ഉണ്ണി, സരയൂ തീരത്തേക്ക് വരൂ. ഇവിടെ ബലി തർപ്പണങ്ങളൊക്കെ നടത്തും, ബലിയിടാം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നമുക്ക് സരയൂ തീരത്ത് കാണാം. അപ്പൊ സരയൂ നദി. അപ്പൊ നമ്മള് बोटिंग करिएगा। कितने हो? 100 रुपये सवारी। 100 रुपये सवारी। कहाँ तक जाएंगे? पुल के पश्चिम आरती घाट, लक्ष्मण घाट, फिर दूसरे साइड से आएंगे, जैसे नहीं आ रहे हैं। ऐसे आके इधर जहाँ तक स्नान घाट वहाँ तक घुमा के तब फिर यहाँ लाते। कितना टाइम लगेगा? ये पेट्रोल गाड़ी है, बहुत लग जाएगा 15 मिनट। 15 मिनट वो पूरा घुमा के पूरा घाट हिसाब देते हैं। अच्छा, പുള്ളി പറയണത് 100 രൂപ ഒരാൾക്ക്, ഇങ്ങനെ മുഴുവൻ കറങ്ങി കൊണ്ടുവന്ന് കാണിച്ചു തരും. ठीक है, 100 രൂപയാണ് ഒരാൾക്ക്. 10-15 മിനിറ്റ് ഇങ്ങനെ ഇതുവഴി കറങ്ങി ഘാട്ടൊക്കെ കാണിച്ചിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ആക്കുന്ന പറയണം. 100 രൂപ. നമ്മൾ പിന്നെ പുഴയെ കിടക്കണ കാരണം നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മുടെ സാരഥി, ഇന്നത്തെ സാരഥി. ഇതാണ് നമ്മുടെ ഓട്ടോക്കാരൻ. നാം ക്യാ? അരുൺ. അരുൺ ആട്ടാ നമ്മുടെ ഇന്നത്തെ സാരഥിയാണ് അരുൺ. ചലേ नहीं जाना छोड़ दो, चलो जाए चलो ബാബാ. അപ്പൊ നമ്മൾ സരയൂ തീരത്തുനിന്ന് വിട വാങ്ങുകയാണ്. അപ്പൊ ബാക്കി നമുക്ക് और किधर जाएंगे? अभी किधर जाएंगे वापस? अभी वही राम टेम्पल ബാക്ക് സൈഡ്. ഇനി നമ്മളെ രാം മന്ദിറിന്റെ ബാക്ക് സൈഡ് കാണാൻ പോവാം കേട്ടോ. അപ്പൊ എല്ലാരും വിളിക്ക്. ബാബാ പോവാം. ഓക്കെ, താങ്ക് യു.